ഇന്ന് രാവിലെ കണ്ണ് തുറക്കണതന്നെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, താത്താനൊന്നും അരിക്കോട് വരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഇതുമൂന്ന് വെക്കേഷനിൽ മ്യൂസിക് ക്ലാസ് ഉണ്ട്, അതിൽ എന്തായാലും ലീവ് ആക്കാൻ പറ്റില്ല. രാവിലെ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് കൊണ്ടാക്കി തരും എന്നുള്ള ഒറ്റ ഉറപ്പിന്റെ മുകളിലാണ് ഇന്നലെ താത്തയും മണി എല്ലാവരും ഇവിടെ നിന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അപ്പൊ രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതുമൂന്ന് 9:30 ക്ലാസ്. അങ്ങനെ അതിന്റെ മുമ്പൊക്കെ ഇവിടെ എങ്ങനെയൊക്കെയോ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇപ്പാന്റെ ഫ്രണ്ട്സും ഒക്കെ നടത്തുന്ന ഒരു ഓണപരിപാടി ഉണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരും വരണം, ഇപ്പാക്ക് ഒരേ നിർബന്ധം. അപ്പൊ അതിന് തിരിച്ചെത്തിയിട്ട് വേണം അതിന് പോവാൻ കേട്ടോ. അപ്പൊ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുക്കണ പണിയാണ് ഹണിക്ക്. ചെറിയ മക്കൾക്ക് എത്ര ഡ്രസ്സ് എടുത്താലും തികയൂലല്ലോ അല്ലേ. അപ്പൊ ഐറൂനുള്ള ഡ്രസ്സുകൾ തെരഞ്ഞു കണ്ടുപിടിക്കലാണ് ഹണിന്റെ പണി. ആ ഇടയിൽ ഇതുമൂനൊക്കെ ഡ്രസ്സ് മാറ്റി മഫ്തൊക്കെ ഇട്ട് ഓള് സ്കൂളിലേക്ക് ആളെയൊക്കെ കൊണ്ടാക്കാണ് കേട്ടോ. ഒപ്പം റെയിനും കൂടി കയറി പോകുന്നുണ്ട്. ആര്യ അവിടെ മഞ്ചേരിയിൽ കൂർക്കം വിളിച്ച് കിടന്നുറങ്ങാണ് കേട്ടോ. റെയിനും ആര്യനും ഒന്നും വണ്ടിയിൽ, അതായത് ബൈക്കിൽ ഇരുന്നിട്ട് തീരെ പരിചയമല്ല. അതിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു പരിചയക്കുറവ് അവൻ കയറുമ്പോൾ കാണാട്ടോ നമുക്ക്. ഐറൂന് അതിൽ കൊണ്ടുപോകാത്തിനുള്ള കരച്ചിലും ബഹളമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ കിടക്കപ്പായെന്ന് അങ്ങനെ എണീച്ച് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ എത്തിയിട്ട് ബ്രഷും പേസ്റ്റും ഒക്കെ തിരയാണ് കേട്ടോ. എനിക്ക് അത് തിരയാൻ പോലുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ജസ്റ്റ് ഒരു മുഖം കഴുകിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി തിരിച്ചെത്തിയിട്ട് വേണം പല്ല് തേച്ച് കുളിച്ച് ഡ്രസ്സ് മാറി മേക്കപ്പ് ഇട്ട് ഇപ്പാൻ്റെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട്. 11 മണിക്ക് പരിപാടിക്ക് എത്തണമെന്ന് പറഞ്ഞല്ലോ മക്കളെ. നിങ്ങൾ എവിടെ പോയി കിടക്കുകയാണെന്ന് വിളിച്ചിട്ട് ഇപ്പൊ 1-2 കോളൊക്കെ വിളിച്ചിട്ടുണ്ട്. പുറകിൽ എമ്മയും വിളിക്കുന്നുണ്ട് കേട്ടോ. പരിപാടിക്ക് പോകുമ്പോൾ ഇപ്പാക്ക് കൊണ്ടു കൊടുക്കാൻ കുറച്ച് ബേക്കറി ഐറ്റംസ് വേണമെന്ന് പറഞ്ഞിട്ട് മമതയിൽ നിർത്തിയതാണ്. കൂട്ടത്തിൽ ഞാനും കുറച്ച് ശർക്കരപ്പേരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ശർക്കരപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വീടെത്തിയിട്ട് ഷടപടേ എന്നുള്ളൊരു ഡ്രസ്സ് മാറ്റലും ഇറങ്ങലും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ വീഡിയോ എടുക്കാനും കൂടി നിന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം ഞങ്ങളും തെറ്റിപ്പോയേനെ. അത്രയും ഫാസ്റ്റ് ആയിരുന്നു ഞങ്ങളെ ഒരുക്കങ്ങൾ. കാക്കയും നായനയും ഇപ്പം ഉമ്മയും ആര്യനും നീലുട്ടനും ഒരു വണ്ടിയിൽ, പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഇന്റെ വണ്ടിയിലായിരുന്നു. അവിടെ എത്തിയപാട് തന്നെ കുറച്ച് സമൂസയും കട്ട്ലറ്റും ചായയും ഒക്കെ കിട്ടി. അതൊക്കെ ഇരുന്ന് അവിടുത്തെ പരിപാടികളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഐറുട്ടനും നീലുട്ടനും അടങ്ങിയിരിക്കാനേ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവരൊക്കെ നാനാ ഭാഗത്തേക്ക് ഓടുന്നുണ്ടായിരുന്നു. ബാക്കിലൊക്കെ അവരുടെ അമ്മമാരും താത്ത എല്ലായിട്ടും ഓടുന്നുണ്ടായിരുന്നു. കലാകാരുടെ പരിപാടി ആയതുകൊണ്ട് കുറച്ച് പെയിന്റിങ്സ് അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് കൊടുക്കലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ കാക്കയും സ്റ്റേജിൽ കയറി ഒരു പാട്ടൊക്കെ അങ്ങോട്ട് പാടിട്ടോ. സദ്യക്ക് ഇല ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾ കയറി ഇരുന്ന് എല്ലാവരും സീറ്റൊക്കെ പിടിച്ച് സദ്യ ഉണ്ണാണ്. കാരണം കാക്കാക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഉച്ച മുതലാണ് കേട്ടോ അവന് ക്ലാസ് ഉള്ളത്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞങ്ങളും ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അടിപൊളി സദ്യയൊക്കെ കഴിച്ച് 2 കൂട്ടം പായസമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ഓണം വൈബായിരുന്നു.